ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ചിക്കൻ ഡ്രം സ്റ്റിക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിനുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ചിക്കൻ ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, നാരങ്ങ നീര്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം അരച്ച് നല്ലപോലെ പുരട്ടി ഒരു 3/4 മണിക്കൂറായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു. അപ്പം നമ്മളിത് പുറത്തെടുത്തു. ഇനി നമുക്ക് ഇത് മൈദയാണ്. കുറച്ച് മൈദ, കോൺഫ്ലോർ, ഇത് കോണിൻ്റെ പൗഡറാണ്. കുറച്ച് ഉപ്പ്, കുരുമുളക് പൊടി, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിന് ഓരോ അപ്പോൾ ഈ ലെഗ് ഇതിൽ പുരട്ടും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ളൊരു ഡിഷാണ്. അപ്പോൾ നമ്മളിതെല്ലാം മാവിനകത്ത് മുക്കി റെഡിയാക്കി വെച്ചു. ഇനി നമുക്ക് 2 മുട്ട ഒടിക്കാം. മുട്ടയ്ക്കകത്ത് മുക്കി റൊട്ടിപ്പടിക്കകത്ത് മുക്കിയെടുക്കണം. നല്ലപോലെ അടിച്ചെടുക്കണം. നമുക്ക് മുട്ടയെല്ലാം നല്ലപോലെ അടച്ചെടുത്ത് ഇത് റസ്ക് പൊടി. ഇനി നമുക്ക് ഈ മുട്ടയ്ക്കകത്ത് മുക്കാം. റസ്ക് പൊടി മുക്കാം. ഇങ്ങനെ ഇത് മുക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഫ്രൈ ചെയ്യാം. ഇതിന് ചിക്കൻ ലോലിപോപ്പ് എന്ന് പറയും. ഇത് ഒരു ചിക്കൻ ഫ്രൈഡാണ്, KFC പോലൊക്കെ. നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയാൽ. എല്ലാവരും ഒന്ന് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കും കേട്ടോ, നന്നായിരിക്കും. കുട്ടികൾക്കായിരിക്കും ഏറ്റവും ഇഷ്ടമുള്ളത്. നല്ല ടേസ്റ്റാണ്.
നമ്മുടെ ചിക്കൻ ഡ്രം സ്റ്റിക്ക് എല്ലാം മുക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് കാണിക്കാം. പെരട്ടി എല്ലാം ഫ്രിഡ്ജിലോട്ട് മാറ്റിയിരുന്നു. അപ്പോൾ നമുക്കിത് ആവശ്യമുള്ളതെടുത്ത് വറക്കാൻ പോവാണ്. അപ്പോൾ നമുക്കൊന്ന് എണ്ണയിലിടാം. എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. എണ്ണയിലിടാം. നമ്മുടെ ചിക്കൻ ഇവിടെ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ ഡ്രം സ്റ്റിക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവരും ലൈക്ക്, കമൻറ്റ്, ഷെയർ എല്ലാം നൽകുക. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ കാണാം.